ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത ഡൽഹി തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അടിവേരറുക്കാനായി കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയൊരു സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് ഡൽഹി സെക്രട്ടേറിയറ്റ് അടച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ ഡൽഹി സെക്രട്ടേറിയറ്റ് അടയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പ്രധാനപ്പെട്ട ഫയലുകളും മറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളും എല്ലാം തന്നെ AAP പാർട്ടിയും അതിന്റെ മന്ത്രിമാരും പുറത്തേക്ക് കടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സർക്കുലർ ഇറക്കിയിരിക്കുന്നു. ഡൽഹി സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരു ഫയലുകളോ ഒരു ഡോക്യുമെന്റുകളോ ഒരു സർക്കുലറോ ഒരു ഡോക്യുമെന്റുകളോ അല്ലെങ്കിൽ വേറെ യാതൊരുവിധ കാരണങ്ങൾ കൊണ്ട് ഒരു പേപ്പർ പോലും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിറക്കിയിരിക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടിയുടെ അടിവേരറുക്കാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെയാണ്: ടു അഡ്രസ് സെക്യൂരിറ്റി കൺസേൺസ് ആൻഡ് സേഫ്റ്റി of records, it is requested that no files, documents, computer hardware etc. may be taken outside എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യാതൊരു കാരണവശാലും ഈ ഫയലുകളുടെ സെക്യൂരിറ്റി മുൻനിർത്തിക്കൊണ്ട് ഇത് പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി സെക്രട്ടേറിയറ്റ് അടയ്ക്കണം. പോരാത്തതിന് ഇത് സെക്രട്ടേറിയറ്റ് മാത്രമല്ല ബാധകം, ഒരു മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു ഫയലുകളോ ഒരു ഹാർഡ് ഡിസ്കുകളോ ഒരു പെൻ ഡ്രൈവ് പോലും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി ഗോവയിൽ മത്സരിക്കുന്നു, ഹരിയാനയിൽ മത്സരിക്കുന്നു, പഞ്ചാബിൽ മത്സരിക്കുന്നു. ഒരു ചെറിയ പാർട്ടി, ഡൽഹിയിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും സ്ഥലത്ത് മത്സരിക്കാൻ ഫണ്ട് വരുന്നത് എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ പല ആൾക്കാരും ഉയർത്തിയിരുന്നതാണ്. അപ്പോഴാണ് ഖലിസ്ഥാൻ ഭീകരവാദിയായിട്ടുള്ള പഞ്ഞു വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ 150 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ആപ്പിന് കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നാൽ കെജ്രിവാൾ ഇത് നിഷേധിച്ചു. അതിന് പിന്നാലെയാണ് ഈ മദ്യനയ അഴിമതി വരുന്നത്. ആ അഴിമതിയിൽ 100 കോടി രൂപ കെജ്രിവാളിന്റെ പോക്കറ്റിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആം ആദ്മിയുടെ ഫണ്ടായിട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള അന്വേഷണം അതേ തുടർന്ന് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്റുകളും ഫയലുകളും എന്താണ് നിങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരുന്നു. ഇതിനൊന്നും വ്യക്തമായും കൃത്യമായും മറുപടി നൽകാൻ കെജ്രിവാളിന് സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലെത്തിയിരിക്കുന്നു. ഡൽഹി BJP പിടിച്ചിരിക്കുന്നു. 48 സീറ്റുമായി BJP ഉടൻ അധികാരത്തിലേറുന്നു, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി എന്താണ് അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത്, ആം ആദ്മി പാർട്ടിക്ക് ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്, ആർക്കൊക്കെയാണ് നിങ്ങൾ ഒത്താശ ചെയ്തുകൊണ്ടിരുന്നത്, എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ഫണ്ട് വരുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഡൽഹിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കരുതുന്നത്. അതുകൊണ്ടാണ് അതിനു മുമ്പ് അതെല്ലാം മാറ്റാനുള്ള ഒരു നീക്കം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതി സെക്രട്ടേറിയറ്റ് അടച്ച് ഇപ്പോൾ ഒരു രേഖകൾ പോലും പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ഇതോടുകൂടി കെജ്രിവാളിന്റെ അടിവേരറുക്കുന്ന നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കെജ്രിവാൾ എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആം ആദ്മി തന്നെയാണ്, അതായത് സാധാരണ മനുഷ്യൻ തന്നെയാണ്. കെജ്രിവാളിന് ഇപ്പോൾ ഭരണത്തിന്റെ യാതൊരുവിധ അലങ്കാരങ്ങളുമില്ല. കെജ്രിവാൾ MLA അല്ല, കെജ്രിവാൾ മന്ത്രിയല്ല. കെജ്രിവാൾ ഇപ്പോൾ നിലവിലൊരു കുറ്റവാളി മാത്രമാണ്, വിചാരണ നേരിടുന്ന ഒരു കുറ്റവാളി മാത്രമാണ്. അങ്ങനെയുള്ള അശക്തനായിട്ടുള്ള കെജ്രിവാൾ തകർന്നു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി പൂർണ്ണമായും തകരും. കാരണം ആം ആദ്മി പാർട്ടിക്ക് ഒരു ആശയമില്ല. ആം ആദ്മി പാർട്ടിയുടെ ആശയവും ചൂരും എല്ലാം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ ഇപ്പോൾ അശക്തനായി നിൽക്കുകയാണ്. പാർട്ടിയുടെ MLA-മാരും അണികളും എല്ലാം ഭയചകിതരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് പോകാൻ, അതായത് BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോകാൻ പല MLA-മാരും പല സ്ഥലങ്ങളിലും സമീപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.